Praise the Lord. Hallelujah. മനുഷ്യർക്ക് ഓരോ നിമിഷവും അവൻ്റെ ഓന്നിൻ്റെ കളറ് മാറുന്നത് പോലെ തൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും മനുഷ്യൻ്റെ. Human nature always change like a chameleon. It do just change the colors, and the same way human nature also changes. ഇന്ന് പറയുന്നതായിരിക്കത്തില്ല ഒരു മനുഷ്യൻ നാളെ നമ്മളോട് പറയുന്നത്. When you talk to people, they would say something today and they change that, and tomorrow they will say something else. കാരണം മനുഷ്യനായിട്ടൊരു തീരുമാനമെടുത്താൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൃപയില്ലാതെ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയത്തില്ലത്രേ. So the reason behind that, when human take a decision without God's plan and purpose in that, they cannot fulfill it. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൻ്റെ കൃപയില്ലാതെ എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്ന ആരെങ്കിലും ഇനി കൂടെയുണ്ടോ? Any of us can say that I can do anything without the grace of the Lord? Can we say that like that? ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ എനിക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്ന്? Can anybody say that I can do it, I don't need the help of God? ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം മനുഷ്യനാൽ യാതൊന്നും സാധ്യമല്ല എന്നും എന്നാൽ സകലതും ദൈവത്താൽ സാധ്യമാകുമെന്നുമുള്ളത് തന്നെ. Which means that everything is possible with God, and things are not, whatever things are not possible by man, it's possible with God. കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അനേക ദൈവിക പ്രോമിസുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് നൽകിയതായി നമുക്ക് കാണാം. So when you look back to your life, there are many promises God has given to us. എന്നാൽ അതിൽ പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല അത്രേ. But many of them are not fulfilled yet. We haven't experienced that yet. വചനത്തിൽ ഇപ്രകാരം മനോഹരമായൊരു ഹല്ലേലൂയ വാക്യമുണ്ട്. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല എന്ന്. As per the scripture, we all know that when God opens a door, no one can shut it. എത്ര പേർ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഈ പകൽക്കാലം? How many of us are believing in that? Hallelujah. ദൈവം ഒരു വാതിൽ മനുഷ്യന് മുന്നിൽ തുറന്നാൽ അതിനെ ഈ ലോകത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ലത്രേ. If God opens a door in front of a man, no one from this world can shut it. അതെ, ഈ ലോകത്തിലുള്ള മറ്റാർക്കും അത് ലോകത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ലെന്നും അല്ല പറയുന്നത്, ലോകത്തിൽ മറ്റാർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ലെന്നത്രേ. So it's not saying that no one from the world, no one else from this world can close it. അതായത് ദൈവം ഒരു ഹല്ലേലൂയ പദ്ധതി നിന്റെ മേലും എൻ്റെ മേലും ഇട്ടിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നീ അല്ലാതെ മറ്റാർക്കും അതിനെ നീക്കി മാറ്റുവാൻ കഴിയത്തില്ലെന്ന് തന്നെ. Amen. We talk about it a bit more clear, that if God has put a plan and purpose on you, none other than you cannot shut it. എന്നാൽ ദൈവം നിന്റെ മേലൊരു പദ്ധതി ഇട്ട് നിനക്കൊരു പ്രോമിസ് നൽകി നിന്നെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വരണമെങ്കിൽ അത് നീ ചിന്തിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അത്രേ. So similarly, if we talk about it, that if God has put a plan, promise and purpose on your life, except you, no one else can change it. പറയുന്നത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. I believe you understand what I'm trying to say to you. കാരണം ദൈവം ഒരുവന് മേലൊരു പദ്ധതി ഇട്ട് അല്ലാതെ ആർക്കും നീക്കി മാറ്റുവാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ തന്നെ വചനത്തിൽ പറയുന്നു, ദൈവമാകുന്ന ഹല്ലേലൂയ യഹോവ വാതിൽക്കൽ നിന്റെ ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആർ ആ വാതിൽ തുറന്നു കൊടുക്കുന്നുവോ അവർക്ക് ഹല്ലേലൂയ ഒപ്പം ഇരുന്ന് അവൻ അത്താഴം കഴിക്കുമെന്ന്. As the scripture says to us that he's standing at the door of your heart. Whoever is opening, he's knocking at your door. Whoever is opening the door for him, he will come inside and have the supper with you. പ്രിയ ദൈവമേ, പഴയ നിയമം വായിക്കുകയാണെങ്കിൽ പല ഭാഗവുമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചുവെന്ന്.
So when we read the Old Testament, we can see that God has raised in for each generation a person, somebody who's from the generation. എന്നാൽ ദൈവ പദ്ധതി പ്രകാരം അവർ നടക്കാതിരുന്നപ്പോൾ ദൈവം അവരെ താഴെ ഇറക്കിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. But at the same time, God has raised somebody, but if they are not following what according to the will of the Lord, God himself has put them down and take them off from the position. ഹല്ലേലൂയ. Hallelujah. പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope you all are with me. അതായത് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ നിറവേറപ്പെടണമെങ്കിൽ നമ്മൾ ദൈവ പദ്ധതി പ്രകാരം നടക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവ പൈതലായി തീരണം. So what we are trying to explain here, that if you want to get that promises to be fulfilled in your life, then you need to be walking according to the plan and the will of the Lord. ഈ വർഷം ആദ്യമേ നമ്മൾ കേട്ട ദൈവിക പ്രോമിസ് ഇന്നതായിരുന്നു, ദൈവമാം യഹോവ ഹല്ലേലൂയ നമുക്ക് മേൽ സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കുന്ന വർഷം എന്ന്. So the beginning of this year, 31st night when we all came and the 1st of the January, we all had the message this, that we heard it like this: by God is going to open the heaven for us to pour out his blessings unto us. അതെ, ദൈവ പൈതലെ, ദൈവം സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. Which is correct and true, that God is never going to lie to us, that he's going to open his heaven and he blesses abundantly. എന്നാൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മൾ ഒരു നല്ല വെസൽസ് ആയി തീരുക തന്നെ ചെയ്യണം. But to receive that blessings from heaven, we need to prepare or renovate ourselves to be a good vessel to receive that blessings. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരുവനും വണ്ടി ഓടിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരുവനും വണ്ടി ഓടിക്കും. There are people who are driving with the driving license or without driving license. ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഏതൊരുവനും വണ്ടി ഓടിക്കുന്ന കാലമാണിത്. So in the current era, we can see that if you know a little bit driving, people will take the vehicle and drive. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവൻ വണ്ടി ഓടിക്കുന്നത് ഒരു അധികാരം കൈക്കിട്ടിയതുപോലെ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കും. What's the difference between somebody who's got a driving license driving on the road and the person who hasn't got a driving license? A person who's got the driving license, he will be driving on the road with confidence. അതെ, അവന് മറ്റൊന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഗവൺമെന്റ് അവന് ആ ലൈസൻസ് അടിച്ചു കൊടുത്തത് വണ്ടി ഓടിക്കുവാൻ തന്നെ അത്രേ. He doesn't have to worry about anything. He doesn't have to bother about anything, that he knows how to drive. He's got the permission to drive on the road. So government has given him the permission to drive on the road. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവൻ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഒരു ഭയത്തോടെ ഇല്ലെങ്കിൽ ഒരു ആദിയോട് കൂടിയായിരിക്കും അവൻ വണ്ടി ഓടിക്കുന്നത്. At the same time, the person who hasn't got the driving license, he will have that fear or some worry inside of him when he's on the road. ആ ഭയം അവനെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. That fear and that worry that is inside of him will make him to end up in an accident. അത് തന്നെയത്രേ ഹല്ലേലൂയ ദൈവിക മണ്ഡലത്തിലും സംഭവിക്കുന്നത്. Similar thing is happening in the spiritual life as well. നിങ്ങൾ യഥാർത്ഥമായും ഒരു ദൈവ പൈതലാണ് എങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം അനുസരിച്ച് ഇല്ലെങ്കിൽ ദൈവ ശബ്ദം കേട്ട് സഞ്ചരിക്കുകയും മക്കളെ അധികാരത്തോടെ ആയിരിക്കുകയും ചെയ്യും. So if you are a real child of God, a real Christian who would like to follow Christ, then you will listen the word of God, you will practice the word of God in your life, then you have nothing to worry. You got the confidence that I have got authority as a child of God, I can face anything in my life. പലരും പല ദൈവ മക്കളും എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയുകയും ചെയ്തവർ തന്നെയത്രേ. Many of us are called as children of God. We all said through our mouth that he is the Lord of my life, and we all accepted Jesus as our personal savior. എന്നാൽ പഴയ കാലത്തിലെ ചിന്താഗതികൾ അവനെ പിന്തുടരുന്നത് കൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാതായി തീരുകയത്ര ചെയ്യുന്നത്. But even after doing that, the confession, receiving the salvation and everything, but some people still haven't got that confidence because their old life is still following them. എന്നാൽ കൊലോഷ്യൻസർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രത്യേകം എടുത്തു പറയുന്നു അത്രേ. So let us read Colossians chapter 2 verse 13. അതിക്രമങ്ങളാലും അതിക്രമണങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു എന്ന്. Shall we read it together? Colossians chapter 2 verse 13. And you being dead in your sins and uncircumcision of your flesh,
has the quickened together with him, having forgiven you all trespasses. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒരു കാലത്ത് മരിച്ചവരായിരുന്നു. അതെ, നാം മരിച്ചവരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർക്കപ്പെട്ടവര് എന്ന് വചനം വാഗ്ദത്തം ചെയ്യുന്നു. We all been dead at one occasion, one time in our life, but now we've been alive by Christ Jesus. അതിന് നിങ്ങൾ മരണപ്പെട്ടവരായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ ഉയർത്ത് ജീവിക്കുന്നവർ തന്നെയത്രേ. So we all been dead by sins, but now we have been risen, we've been resurrected with Christ Jesus. ആരെ കുറിച്ചാണ് ഇവിടെ ഉയർത്തെഴുന്നേറ്റവരെന്ന് വചനം വ്യക്തമായി പറയുന്നത്? Who are we? Who is the scripture talking about? Those who resurrected. ഒരിക്കൽ ഹല്ലേലൂയ, ഒരു നാട്ടുപ്രമാണി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്ന്. A person from the community has approached Jesus and asked, how can I get born again? അപ്പോൾ യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന്. So he said to him, you have to born again by water and the spirit. അതെ, ആത്മാവില്ലാത്തവന് യേശു കർത്താവ് എന്ന് പറയുവാനേ കഴിയില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നു. You know one more thing, that those who have not got that Holy Spirit cannot accept Jesus as the Christ and എന്നാൽ Savior. ഇവിടെ പറയുന്നു, വെള്ളത്താലും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന്. But again it says that you have to born again by water. അതെ ദൈവപൈതലേ, ഞാനൊരു സ്നാന ശുശ്രൂഷയ്ക്കല്ല ഇവിടെ നിൽക്കുന്നത്. I am not standing here to conduct a baptism here. എന്നാൽ ഹല്ലേലൂയ, ദൈവ വാഗ്ദത്തം ചെയ്ത ഓരോ പദ്ധതികളും ഈ 2023 ആരംഭത്തിൽ തൊട്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But at the same time, I would like to urge each one of us to experience whatever the God has promised us for 2023. So in the beginning of the year itself. അതെ, നമ്മൾ യേശുവിനോട് കൂടെ ഉയർക്കപ്പെട്ടവരാണ് എങ്കിൽ വചനം പറയുന്നു, അവരുടെ പുനരുദ്ധാരണത്തിലും നമ്മൾ സാക്ഷികളാകുമെന്ന്. Amen. Hallelujah. If we have been resurrected by Christ Jesus, we will also be participating in his redemption and coming back. അതെ ദൈവപൈതലേ, നീ ക്രിസ്തുവിനോട് കൂടെ മരിച്ചുയർക്കപ്പെട്ടവനാണ് എങ്കിൽ ദൈവ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ഈ ലോകത്തിന് ആർക്കും കഴിയത്തില്ലത്രേ. So if you have died by sins and you are resurrected again with Christ, then no one can take away or no one can replace your promises. ഇന്ന് പലരുടെയും വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഭയം തന്നെ അത്രേ. Many of us are going through the fear. ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഉള്ളിൽ ഭയം കയറുകയത്രേ ചെയ്യുന്നത്. Whenever you face a situation, fear comes back. അതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നാളത്തെ അഭിമുഖീകരിക്കുവാൻ ഭയം കയറുകയത്രേ ചെയ്യുന്നത്. When you are going through financial crisis, you are having that fear of facing tomorrow. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പലരെയും മരണത്തിൽ കൊണ്ടെത്തിക്കുന്നു. So the financial crisis is just one thing that leading some people to the death. അതെ, ചില രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ ഭയത്തിന് അടിമപ്പെടുന്നു. So some diseases like cancer, people are getting into fear and they are getting into the death. അതെ ഹല്ലേലൂയ, ഈ റേഡിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിലർ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുന്നു. As soon as some people get diagnosed for the cancer, they are thinking about the treatment and say radiotherapy or whatever they need to face, they are just committing suicide. ചിലരുടെ ജീവിതത്തിൽ ഫാമിലി വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. Some people facing family issues, they are trying to kill themselves. പ്രിയ ദൈവ പൈതലെ, ജീവിതത്തിൽ സമ്പാദിച്ചത് മൊത്തം തന്റെ പാർട്ണർക്ക് വിതരണം ചെയ്ത് ഹല്ലേലൂയ അവസാന നിമിഷങ്ങൾ ഹല്ലേലൂയ തന്റെ ബന്ധം വേർപെടുമെന്ന അവസ്ഥ വരുമ്പോൾ അവൻ മരണത്തിന് താഴ്ത്തിക്കൊടുക്കുന്നു. Some people, when they are lived together for long and they've been spending all that they have actually earned all life, they spend on their partner or the wife or husband, and then they're thinking that they're going to be end up their relationship and they can't accept that fact, and then they are committing suicide. പ്രിയ ദൈവപൈതലെ, ഏകജാതനായവനെ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകിയവനെത്തോളം ഇതൊന്നും വരത്തില്ലല്ലോ. But you just need to understand one thing, the one who has given his only begotten son for us, each one of us on the cross, nothing will come up to that cross. And so if you think about it, if you have got good understanding about it, you will not be taking a decision like that. ഈ ഭയമാണ് നമ്മളെ പലപ്പോഴും ദൈവ സന്നിധിയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. So the fear is separating us from the Lord and the presence of the God. എന്നാൽ ഈ ഭയത്തോട് വേണ്ട വേണ്ട എന്ന് പറയുവാനുള്ള ഹല്ലേലൂയ ധൈര്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുക തന്നെ വേണം. So what we need to gain, what confidence that we need to gain today, that to say no
to the fear from our life. പ്രിയ ദൈവമേ, നീ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. So if you have been born again, are you a child of God who's been born again? I want to clearly tell you something. നമ്മൾ ഇവിടെ ദൈവവചനം ഇപ്രകാരമാണ് കേട്ടത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് ജീവിപ്പിച്ചു എന്ന്. We heard it from the word itself that we have been dead in our sins, and uncircumcision of your flesh has been quickened together with him, having forgiven you all trespasses. അതെ ദൈവമേ, ആരാണ് ഈ മരണ ചിന്തയും മരണ ഭയവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? Who is bringing the death and the fear of death into our life? അതെ പിശാചല്ലാതെ മറ്റാരും അല്ലത്രേ. The negatives and all the worries and the fears are coming from the evil. കാരണം വചനത്തിൽ ഇപ്രകാരം വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ, പിശാച് കടന്ന് അറുപ്പാനും മുടിപ്പാനും തന്നെ എന്ന്. We know that he is coming as per the word of God, that he is coming, the evil thoughts are coming, and the devil is coming into our life, or Satan is coming to us, our life, to destroy our peace and the happiness that we have. പലരും ഇന്നെന്നെ കേൾക്കുന്ന പലരും പെറുപെറുക്കാറുണ്ട് ഇപ്രകാരം, ഹല്ലേലൂയ, എനിക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന്. Many of us most of the time mourn and whisper and grip in the presence of the Lord, saying that I haven't received anything from the Lord. പ്രിയ ദൈവമേ, ചിന്ത കൊണ്ടുവരുന്നത് ആരാണ്? പിശാചല്ലാതെ മറ്റാര്? Who is bringing that thoughts into us? അങ്ങനെയെങ്കിൽ പിശാച് അത്തരം ഒരു ചിന്ത നിന്റെ ഹൃദയത്തിനുള്ളിൽ ഇടണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തോ ഇരിപ്പുണ്ടെന്നുള്ളത് വ്യക്തത തന്നെ. So if God has promised you so many things, but you are crying and mourning about that you haven't received something which is coming from evil thoughts are coming from the devil and the Satan. But if Satan is trying to do something in your heart, there is something sitting inside of you that he giving space for Satan to enter. അതെ ദൈവമേ, ഞാൻ പറഞ്ഞു ഭയത്തെ കൊണ്ടുവരുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന്. Also I said that fear is coming from Satan. അങ്ങനെയെങ്കിൽ ഒരു പിശാച് കടന്നു വരുന്നത് എവിടെയാണ്? അറുപ്പാനും മുടിപ്പാനും എന്ന് നമ്മൾ കണ്ടു. And he is coming to destroy and to demolish. അതെ തന്നെ, അറുപ്പാനും മുടിപ്പാനും ഒരുവൻ കടന്നു വരണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടത്രേ അവൻ കടന്നു വരുന്നത്. So when he has got a space in to do that destruction, that is where he is trying to enter. അതിന്റെ അർത്ഥം ദൈവം നിന്റെ മേൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ ഹല്ലേലൂയ ചില അനുഗ്രഹങ്ങൾക്ക് ഹല്ലേലൂയ പാത്രങ്ങൾ ആണ് എന്നുള്ളത് തന്നെ അത്രേ. So that means that God has a plan on you. God has a purpose on you, and that is why Satan is aiming you to put that destruction inside of you and giving you the thoughts of fear and unpeaceful situation. അതെ, ഒന്നുമില്ലാത്തടത്ത് കള്ളന് കയറേണ്ട ആവശ്യമില്ലത്രേ. If there's no wealth or no treasure, then no thief will enter. അതെന്നെ, കള്ളൻ കയറുന്നത് എന്തെങ്കിലും മോഷ്ടിക്കാൻ ഉള്ളിടത്ത് തന്നെ അത്രേ. So the thief will only enter where he can find something. ആകയാൽ ഈ പകൽക്കാലം ഒരു വസ്തുത നീ വ്യക്തമായി വേർതിരിച്ചറിയുക. Therefore we need to understand this the fact. അതെ, നീ തഴയപ്പെട്ടവൻ അല്ലത്രേ, നീ വീണ്ടെടുക്കപ്പെട്ടവൻ തന്നെ അത്രേ. You are not an abandoned child, but you are a chosen child. അതെന്നെ, ഭരണഭയം കൊണ്ടുവരുന്ന പിശാചിനോട് പറയുവാൻ തയ്യാറാകണം. Whenever the fear of death coming inside of you, you need to be able to say this to him. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഭയം കടന്നു വരുമ്പോൾ പറയണം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ക്രിസ്തുവിൽ ഞാൻ ഉയർത്തപ്പെട്ടവനത്രേ എന്ന്. Whenever you face this financial crisis, you need to say to the situation that I was dead one time, but now I'm risen in Christ Jesus. അതെന്നെ, മരണഭയം കൊണ്ടുവന്ന രോഗത്തോട് വിളിച്ചു പറയണം, ഞാൻ മരിച്ചവനായിരുന്നു, ഇനി എനിക്ക് മരണഭയം ഇല്ല, ഞാൻ ഉയർത്തപ്പെട്ടവൻ തന്നെ അത്രേ എന്ന്. Whenever you get the fear of sickness or fear of death, hallelujah, by the illness or sickness or unhealthy situation, you got to talk to that situation and say that I was dead one time, but now I'm resurrected. അതെ ദൈവമേ, നീ യഥാർത്ഥമായും ഹല്ലേലൂയ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണ് എങ്കിൽ മരണത്തിന് നിന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ലത്രേ. മരണം ഒരിക്കലേ ഉള്ളുവത്രേ. Amen, amen. If you are really a redeemed child of Christ, hallelujah, no death can hold you back. Death is only for one time, but it's never going to hold you back by any of your situation or any of the crisis. അതെ, പാപത്തിലും ശാപത്തിലും നീ മരിച്ചിരുന്നു, എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ നീ ഉയർത്തപ്പെട്ടവൻ തന്നെയത്രേ. By sin and curses you were dead at one time, but now you are resurrected in Christ. പ്രിയ ദൈവമേ, നീ ഒരു ജയാളി എന്നുള്ള കാര്യം നീ വിട്ടുകളയരുത്. Don't forget that you are a victorious person in Christ. അതെ എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. So Romans chapter 6 verse 4 says like this. അങ്ങനെ നാം
അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന്. Amen. Hallelujah. Therefore we are buried with him by baptism into death. അതെന്നെ നമ്മൾ കുഴിച്ചിടപ്പെട്ടവർ തന്നെയത്രേ. Yes, we have been buried at one time. എന്നാൽ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റവർ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവൻ നമ്മളെ ഉയർപ്പിച്ചതത്രേ. Amen. Amen. Hallelujah. And that, like as Christ was raised up from the dead by the glory of the Father, even so we should walk in newness of life. അതെ, ദൈവബലം ഇവിടെ ആരെ കുറിച്ചാണ് വ്യക്തമായി പറയുന്നത്? So who is it talking about? അതെ എന്നെ ഹല്ലേലൂയ. ഏത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കപ്പെട്ട ദൈവബലനോടത്ര ഇവിടെ പറയുന്നത്. Amen. This word is clearly talking to all those who have accepted baptism by the Father, Son and the Holy Spirit. Hallelujah. And that is where those who have been getting this message from. അതെ എന്നെ ഇവിടെ പറയുന്നു നിങ്ങൾ കുഴിച്ചിടപ്പെട്ടവരാണ് എന്ന്. You were buried at one occasion. എങ്ങനെയാണ് കുഴിച്ചിടപ്പെടുന്നത്? How were you buried? അതെ എന്നെ വിശ്വാസ സ്നാനത്താൽ വെള്ളത്താൽ സ്നാനപ്പെട്ട ഒരു ദൈവപൈതലേ നീ കുഴിച്ചിടപ്പെട്ടവൻ തന്നെയത്രേ. Yes, when you received the baptism, faith baptism, and when you went inside the water, you were buried in that water. ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ വേർതിരിച്ച് കേൾക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉയർക്കപ്പെട്ടവർ തന്നെയത്രേ. But you are hearing my voice today and you're listening the voice of the Lord from the scripture, that you are raised, and that is why you're listening the word. നിങ്ങൾ മരിച്ചവർ തന്നെയാണ്, പക്ഷെ കുഴിച്ചിടപ്പെട്ട നിലയിലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. If you were buried and you were under the graveyard, then you wouldn't have heard this message. അതെ എന്നെ ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉയർക്കപ്പെട്ട ദൈവപൈതൽ തന്നെയത്രേ. So if you are listening my voice, you are raised in Christ Jesus. That is why you're hearing my voice. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവ വാഗ്ദത്തങ്ങൾ നിഷേധിക്കേണ്ടവരല്ലത്രേ, പ്രാപിക്കേണ്ടവർ തന്നെയത്രേ. Therefore you are not going to be say that promises are not for me, but you are going to receive the promises. അതെ എന്നെ ലോകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയണം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഞാൻ ഉയർക്കപ്പെട്ടു യേശുവിന്റെ കൂടെ എന്ന്. Amen. Hallelujah. Whenever the negatives come in your life, whenever you hear the voice of the world, tell that voice that I was buried at one occasion, but now I'm raised in Christ Jesus. അതെ എന്നെ വചനത്തിൽ നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയുന്നു, അവൻ ഹല്ലേലൂയ പിശാചിന്റെ തലയെ തകർത്തു എന്ന്. We know that from the word of God that he has destroyed the head of Satan. അതെ എന്നെ അവൻ പിശാചിന്റെ തലയെ തകർത്തതുകൊണ്ട് ഈ പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറയുന്നുവെങ്കിൽ, you know that he destroyed the head of the Satan, you are standing and saying that I know one thing that happened. അതെ എന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഹല്ലേലൂയ ജയാളി എന്ന് വിളിച്ചു പറയുമ്പോൾ, when you say that I am victorious in Christ Jesus, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ക്രിസ്തുയേശുവിനോടൊപ്പം ഞാൻ ജയാളിയായി തീർന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ, when you say to your situation and say to you whatever happening in your life, I was buried at one time, ഒരു വഴിക്ക് വരുന്ന പിശാച് ഏഴ് വഴിക്കായി പിന്തിരിഞ്ഞു പോവുക തന്നെ ചെയ്യുമത്രേ. the Satan that come from one way, he will run back in 7 different ways. അതെ എന്നെ യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞോടുമത്രേ. Yes, of course, whenever he hear the voice of the Christ Jesus, whenever he hear the name of Christ Jesus, he will run back wherever he come from. അവന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമേ ഇല്ലത്രേ. So there is no more place for Satan in your life. അതെ എന്നെ ഇനി അവന് നിന്റെ ജീവിതത്തിൽ സ്ഥാനമേ ഇല്ലത്രേ. That is for sure, and receive that the message that Satan has no place in your life. അതെ എന്നെ ദൈവ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തീകരണമാകണമെങ്കിൽ, so when the promises need to come into fulfillment, നാം അവന്റെ മരണത്തോട് സദൃശരായി തീരുകയും പുനരുദ്ധാനത്തിൽ ജീവിക്കുന്നവരുമായിരിക്കണം. we need to accomplish that burial happening through the water, and then you need to resurrect and raise in Christ Jesus as it is mentioned in the word of God. അതെ എന്നെ വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നു. And also the word clearly telling us, if you are not born again by the water and the Holy Spirit, you will not enter to the kingdom of the Lord. അതെ എന്നെ നീ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ നിങ്ങൾ പുതിയതായി ജനിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. So if you want to enter to the kingdom of the Lord, you have to born again. അതെ എന്നെ നിങ്ങളൊരു മദ്യപാനിയാണ് എങ്കിൽ മദ്യപാനം നിന്റെ ജീവിതത്തിൽ സ്വർഗ്ഗത്തിലേക്കുള്ള ഡോർ അടയ്ക്കുകയത്ര ചെയ്യുന്നത്. If you are a alcoholic person, you are addicted to alcohol, then it is not going to let you enter to the kingdom of അതിനെ God. ദൈവത്തിൽ നിന്നല്ലാത്തത് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ പറ്റിച്ചേർന്നെങ്കിൽ അതിനോട് ബൈ പറയേണ്ട സമയം കഴിഞ്ഞു അത്രേ. If there is any
addictions or anything that is not coming from God or from heaven above, then you need to say no to that to enter into the kingdom of the Lord. അത് തന്നെ മദ്യം ഒരുവനെ ഹല്ലേലൂയ കൊണ്ടെത്തിച്ചത് എവിടെയും നമുക്ക് വ്യക്തമായി പഴയ നിയമത്തിൽ അറിയുവാൻ കഴിയുന്നു. So we know that what alcohol can do to somebody's life, and we can read that from the Old Testament. തന്റെ മക്കളും മരുമക്കളും തന്റെ നഗ്നത കാണുകയുണ്ടായത്രേ. His children and his in-laws, the children have seen his own nakedness. അത് തന്നെ അതിലേക്ക് എത്തിച്ചു തന്നാൽ അവന്റെ മദ്യപാനം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. So what made him to be like that? It was his alcoholic അത് തന്നെ addiction. മദ്യപാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഞാൻ വ്യക്തമായി പറയട്ടെ, As I'm mentioning about alcoholism here, നിന്റെ സുബോധത്തെ കെടുത്തുന്ന യാതൊരു ചിന്താഗതികളും നിന്റെ ഹൃദയത്തിൽ കടക്കുവാൻ കഴിയരുതത്രേ. so anything that is coming inside of you that's blocking your good memory, good conscious, that you need to stop that. അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വിപരീതമായി നടക്കുന്ന യാതൊന്നും നിന്റെ ജീവിതത്തിൽ പാടേയില്ലത്രേ. So you need to understand and receive this message today, that nothing blocking my relationship with God is not going to enter into my life in this year. അതന്നെ അഹംഭാവവും അഹന്തയും നിന്നെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെടുമെങ്കിൽ, You know that the pride that is coming inside of you, it will throw you into the well. അത് തന്നെ പരിജ്ഞാനമില്ലാകയാൽ എന്റെ ദൈവജനം നശിച്ചു പോകുന്നു എന്ന് വചനം പറയുന്നു. We know that the wisdom that plays a very important role in our life, because we don't have the understanding and wisdom in us, that we are getting abolished. അപ്രകാരം പരിജ്ഞാനമില്ലാകയാൽ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട ഒരുവനത്ര ജോസഫ് എന്ന് ഞാൻ പറയും. So I would say that Joseph was thrown into the well because he didn't have the wisdom. അത് തന്നെ ദൈവം നൽകിയ വിഷ്ടത്തിൽ നടക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമത്രേ. So God is giving us the wisdom to lead a good life in this earth, but we are not using it, then you may be ending up in a well. എന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഞാൻ ഇപ്രകാരം പറയും, ജോസഫിന് ഒരു കോട്ട് കിട്ടിയപ്പോൾ അവൻ അഹംഭാവം കാണിച്ചു എന്ന്. So I will say in my own language, when Joseph received that coat on him, that he started getting that pride inside of him. അത് തന്നെ മറ്റു സഹോദരങ്ങൾക്ക് കിട്ടാത്ത ഒരു കോട്ട് അപ്പൻ തയ്ച്ചു കൊടുത്തപ്പോൾ അവൻ കുറച്ച് അഹങ്കരിച്ചു അത്രേ. So when his dad had given him a coat, a robe that was not given to his siblings, he started getting that pride inside of him. അത് തന്നെ അത് അവനെ സഹോദരങ്ങളിൽ നിന്ന് വേർതിരിപ്പിച്ച് നിർത്തിയെന്ന് കാണുന്നു. And what happened at the end of the day? He was being separated from his siblings. അത് തന്നെ ദൈവം ചില ദർശനങ്ങൾ നിങ്ങൾക്ക് നൽകുമായിരിക്കാം. God do give us the visions. എന്നാൽ ആ ദർശനത്തിൽ നിങ്ങൾ അഹംഭാവിക്കുന്നവരായിരിക്കരുത്. Never get into the pride by the visions in your അത് തന്നെ പറയേണ്ടവരോട് പറയേണ്ട സമയത്തെ അത് പറയാവുള്ളൂ. Do not disclose to everybody about your visions. ഇല്ലെങ്കിൽ ചിലർ അസൂയപ്പെട്ടെന്നിരിക്കും. Some people get jealousy. അത് തന്നെയാണ് ജോസഫിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. That is the same thing happened in Joseph's life as well. ജോസഫ് തന്റെ ഹല്ലേലൂയ ദർശനത്തെ കുറിച്ച് സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവർ അതിൽ അസൂയാലുക്കളായി തീർന്നു അത്രേ. So Joseph went and told his vision to his siblings. His own siblings got jealousy against him. അതേ ദൈവപതി, അതുകൊണ്ടത്ര ഞാൻ വ്യക്തമായി പറയുന്ന ദൈവ പരിജ്ഞാനത്തിൽ നടക്കുന്നവരത്ര ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. So we need to use our wisdom, and all those who are walking in the wisdom are called as children of God. പരിജ്ഞാനം ഇല്ലായെങ്കിൽ ദൈവജനം നശിച്ചു പോകുന്നു എന്ന് വചനം വ്യക്തമായി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. It is sure that all those who haven't got that wisdom from above, they are getting departed from God. ഇല്ലെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന് കാലതാമസം ഉണ്ടാകുമത്രേ. Otherwise your blessings will be delayed. അതേ നിന്റെ അനുഗ്രഹത്തിന് കാലതാമസം ഉണ്ടാകുമത്രേ. Yes, your blessings may get delayed. ഇതാത്രേ അവർ ജോസഫിനെ പൊട്ടക്കിണറ്റിലും പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം അവനെ ഹല്ലേലൂയ അടിമ ജീവിതത്തിലേക്ക് നയിപ്പിച്ചത്. So Joseph's that immature behavior, the action that he has taken without wisdom, that made him to be in the well and ended up in a slavery. അതേ നീ ദൈവ പദ്ധതി പ്രകാരമാണ് നടക്കുന്നത് എങ്കിൽ, so if you are walking according to the will of the Lord, നീ ദൈവ ശബ്ദം കേട്ട് അനുസരിക്കുന്നവനാണ് എങ്കിൽ, and you are following the voice of the Lord, ഉറച്ച തീരുമാനം എടുക്കുന്നവനാണ് എങ്കിൽ, and you are determined to take the decision in വചനം Christ. പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന്. So the word says to us that if you are in Christ, that you are a new creation. അതേ ചില ക്രിസ്തുവിലായാൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്നവരായിരിക്കണം നിങ്ങൾ. So when you are in Christ, you should be able to take certain good decisions. അത് വേണ്ടാത്തവനോട് വേണ്ട എന്ന് പറയുവാൻ തീരുമാനിക്കുന്നവരായിരിക്കണം. If you think that something
is blocking my relation with the Lord, you should be able to say no to that. എന്റെ പേഴ്സണൽ റിലേഷൻ വിത്ത് ദൈവത്തോട് ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ, My personal relation with God, ഈ ലോകത്തിൽ ആര് വന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഞാനൊന്ന് തീരുമാനത്തിൽ അതിന് മാറ്റം ഉണ്ടാകത്തില്ലത്രേ. whoever comes from this world and says something to me, if I have decided something for Christ, I will never be stumbled. ഈ ലോകത്തിലുള്ള യാതൊന്നിനും എന്നെ ഇളക്കുവാൻ കഴിയത്തില്ലത്രേ. Nothing can change my decision. സ്വന്തം മാതാപിതാക്കൾക്കോ ഭാര്യകൾക്കോ കുഞ്ഞുങ്ങൾക്കോ അതിന് കഴിയത്തില്ലത്രേ. None of my parents or my wife or none of my children can change my decision for Christ. അതേ ദൈവവേല പഠിക്കുവാൻ കഴിയുമെങ്കിൽ ചിലത് നിങ്ങളെ നയിക്കുന്നവരിൽ നിന്ന് പഠിക്കുക തന്നെ ചെയ്യണം. So you need to learn certain things from your own life. അതേ തന്നെ അനുസരണ ഉള്ളവനായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത്. So you should be able to obedient in the presence of the Lord. ജോസഫിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ടത്രേ. We have learned certain things from Joseph. അതേ തന്നെ തെറ്റ് ചെയ്യാതെ ജയിലറകൾക്കുള്ളിൽ വ്യഭിചാര കുറ്റത്തിന് അടക്കപ്പെട്ടവനത്ര ജോസഫ്. Joseph did not do any mistake, but he was being put into the jail for adultery. അതേ തന്നെ അവന് വേണമെങ്കിൽ ജയിലിൽ നിന്ന് പുറത്ത് ജയിലിൽ പോകാതെ കഴിയാമായിരുന്നു. He could have escaped easily from that situation. അതേ തന്നെ അവന് പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അനുസരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ ജയിലിൽ പോകാതെ കഴിയാമായിരുന്നു. If he was ready to listen to Potiphar's wife's decision, എന്നാൽ അവൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു, ദൈവം ആഗ്രഹിക്കുന്നല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന്. but he used his wisdom at that point, that he had taken a decision that I would not take any step further, something against the word of the Lord. ഒരുപക്ഷേ ആ തീരുമാനം അവനെ ജയിലറകൾക്കുള്ളിൽ എത്തിച്ചിരിക്കാം. That decision might have made him to be ended up in the അതേ jail. രാജാവ് അവന് മേലെ കുറ്റം ചുമത്തി ജയിലറകൾക്കുള്ളിൽ വ്യഭിചാരകൻ എന്ന പേര് കുത്തി അവനെ അടയ്ക്കപ്പെട്ടുവെങ്കിൽ, He was being put into the jail for adultery. എന്നാൽ അതേ രാജാവ് തന്നെ ഹല്ലേലൂയ അവനെ ജയിലറകൾക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു അത്രേ. The same king has brought him out from the jail without any blame. അതേ ദൈവപൈതൽ, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലാണ് എങ്കിൽ, So if you are standing for the kingdom of the Lord, നിനക്ക് മുന്നിൽ ഹല്ലേലൂയ ശത്രു കാണത്തക്കവണ്ണം തീർമേശ ഒരുക്കുന്നവനത്രേ നമ്മുടെ കർത്താവ്. Amen. The Lord will prepare the table before your enemies. അതേ ഒരു പോത്തിഫറിന്റെ വൈഫ് നിന്നെ ജയിലറകൾക്കുള്ളിൽ അടച്ചുവെങ്കിൽ, If Potiphar's wife had a decision or had a intention to put you into the jail, അതേ ഈ ലോകത്തിലുള്ളവർക്ക് നിന്നെ ജയിലിൽ കിടത്തുവാൻ കഴിയുമായിരിക്കാം. the people from this world may put you into the jail. എന്നാൽ ദൈവ പദ്ധതിയിൽ നിന്ന് നിന്നെ അകറ്റുവാൻ കഴിയത്തില്ലത്രേ. But nothing can separate you from the purpose of the അതേ Lord. ദൈവ പദ്ധതിയിൽ നിന്ന് എന്നെയും നിന്നെയും വേർതിരിക്കുവാൻ ലോകത്തിന് കഴിയത്തില്ലത്രേ. Nothing can separate you and me from the presence of the Lord. അത് നിനക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അത്രേ. Only you can decide on that, whether you want to stay and in the purpose of the Lord or you want to go away from that. അതേ ജോസഫ് ഉറച്ച തീരുമാനത്തിന് ഉടമയായിരുന്നു, അതുകൊണ്ടത്രേ ഞാൻ പറഞ്ഞത്. So that is why I said here that Joseph was so determined about his decision in Christ. ജോസഫിന്റെ തീരുമാനം ദൈവ സന്നിധിയിൽ നീതിയുള്ളതായിരുന്നു അത്രേ. So his decisions were righteous in the presence of the Lord. അതുകൊണ്ടത്രേ ദൈവം അതേ രാജാവിനെ തന്നെ അവന് വേണ്ടി ഉപയോഗിച്ചത്. And that is why God has used the same king for him. അതേ മണിക്കൂർ പോലും നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് ആവശ്യമില്ലത്രേ. God does not need hours and hours for to deliver you. അതേ ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് നിന്നെ വിടുവിക്കുവാൻ അവന് കഴിയുമത്രേ. Amen. God can deliver you in one moment. അതേ ചിലപ്പം ഒരു ദിവസം എടുക്കുമായിരിക്കാം, It might take one day. ഒരുപക്ഷെ 2 ദിവസം It might എടുക്കുമായിരിക്കാം. take 2 days in your life to get എന്നാൽ ആ deliverance. ബലമുള്ള കരത്തിന് കീഴിൽ താണു കൊടുത്താൽ തക്ക സമയത്ത് അവൻ ഉയർത്തുക തന്നെ ചെയ്യുമത്രേ. Yes, but if you are ready to submit under the hallelujah greatest hands of the Lord, he will raise you up at the right time. അതേ ഒരു പോത്തിഫറിന്റെ ഭാര്യ അവനെ അകത്താക്കിയെങ്കിൽ, Potiphar's wife played a big role here to put him into the jail. ആ ജയിലറകൾക്കുള്ള വ്യഭിചാരകൻ എന്ന മുദ്ര കുത്തി വീണവൻ, His name was his reputation was ruined while he was inside the jail. എനിക്ക് ചിന്തിക്കുവാനേ പോലും കഴിയത്തില്ലത്രേ. I cannot even think about it. ഈ ലോകത്തിന് ചിന്തിക്കുവാൻ കഴിയാത്ത ഒന്നത്രേ. The world cannot think about it as well. ഒരു വ്യഭിചാരകൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി തീരുക എന്നുള്ളത്. Amen. His reputation was ruined inside the jail, but he is become as a king of that nation very soon. Hallelujah. അതേ അവൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. So he has become as the king of that nation later on. അതേ അവൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായി തീർന്നപ്പോൾ തന്നെ When he's become as the king of that nation, തന്റെ
തന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബുദ്ധിമുട്ടെന്നറിഞ്ഞപ്പോൾ when he came to know that his family is going through trouble, അതേ അവൻ ആ ഭരണത്തെ മുറുകെ പിടിക്കുകയല്ലത്ര ചെയ്തത്. he did not hold on to his authority. അവൻ തന്റെ കരങ്ങളെ വിശാലമാക്കുകയത്ര ചെയ്തത്. He spread his generosity across to the people. അതെ, ദൈവത്തിലെ അനുഗ്രഹം നിന്നെ തേടി എത്തുന്ന കാലമത്ര 2023 എങ്കിൽ, Amen. So 2023 is a year that blessings will follow you. അപ്പോൾ നിന്റെ ഹൃദയം വിശാലമാകുക തന്നെ ചെയ്യണമത്രേ. So what do you need to do for that? You have to be open hearted for that. അതേ, നിന്റെ ഹൃദയം വിശാലമാകുന്നുവെങ്കിൽ, When you become broad minded, വചനം പറയുന്നു ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. and the word says that first you seek his kingdom, അതോടുകൂടെ സകലതും എന്ന്. and because you are seeking the kingdom of the Lord, everything shall be added unto വീണ്ടും you. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, I can give you this in clarification that 2022 നിങ്ങൾ അനുഗ്രഹത്തിന് പുറകെ ഓടിയെങ്കിൽ, 2023 you run behind the blessings. 2023 ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാകണമെങ്കിൽ, 2023 you are standing for Christ Jesus and for his kingdom. നിന്റെ ആവശ്യങ്ങളെല്ലാം നിന്നെ തേടി എത്തുന്ന കാലം അത്ര Amen, 2023. amen. All your needs, all your desires of the heart will follow you. Hallelujah. ഹല്ലേലൂയ, Amen. Hallelujah. ഹല്ലേലൂയ, Hallelujah. Glory Lord. കരങ്ങളടിച്ചുകൊണ്ട് നല്ല കർത്താവിനെ ഒന്ന് Can we സ്തോത്രം give a good ചെയ്യട്ടെ. applause to the Lord Almighty? Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ ഉയർത്തിയാലും മതിവരാത്ത നാമം അവന്റേത്. Amen. It's not no words enough to praise his name. പൊട്ട കിണറ്റിൽ നിന്ന് ഹല്ലേലൂയ ദാസ ജീവിതത്തിലേക്ക്. Amen. From the well to the slavery, Joseph has been taken. അവിടെ നിന്ന് കുറ്റം ചെയ്യാതെ ജയിലറകൾക്കുള്ളിലേക്ക്. From there he has put into the jail without any blame. എന്നാൽ ജയിലറകൾക്കുള്ളിൽ അവനെ അടച്ചു വെക്കുവാൻ പിശാചിന് കഴിഞ്ഞില്ലത്രേ. But Satan could not hold him inside the jail. യേശുവിനെ മരിച്ച് ഹല്ലേലൂയ റോമർ ഹല്ലേലൂയ ഗുഹയ്ക്കുള്ളിൽ അടക്കപ്പെട്ടുവെങ്കിൽ, Jesus was died on the cross, but he was being put into the Roman emperor's അതേനെ tomb. അവർ അതിനുമേൽ മുദ്രയിട്ടുവെങ്കിൽ, They sealed his tomb. റോമർ അധികാരത്തിന് മുദ്രയ്ക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വചനത്തിൽ കാണുന്നു. We know that nothing could hold him inside the tomb. അതേനെ അവനെ കാണുവാൻ എത്തിയവർ അവന്റെ ശരീരം അവിടെ കാണാതെ അന്തിച്ചു എന്ന് ലോകം കാണുന്നു. All those who came into his tomb, but nothing was there. No one could see him. അതേ ദൈവ പൈതലേ, നീയും അവനോടൊപ്പം മരിച്ചുയർക്കപ്പെട്ടവനാണ് എങ്കിൽ നിന്നെയും അടക്കുവാൻ ഒരുവനും കഴിയത്തില്ലത്രേ. Amen. If you have been died along with the Christ Jesus and you resurrected with him, nothing can hold you back. Nothing can stop you in this world. ഈ പകൽക്കാലം ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, All those who are listening me today in here, പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, all those who are listening us via online, ജയകരമായ ഒരു ജീവിതത്തിന് അത്യാവശ്യം എന്തെന്ന് ചോദിച്ചാൽ, if you need a victorious life on this earth, ഈ പുനരുദ്ധാരണ ദിവസം ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയട്ടെ, on this resurrection day, I can tell you this നീ clearly. വീണ്ടും ജനിക്കുക തന്നെ ചെയ്യണമത്രേ. You have to born again. അതെന്നെ ആത്മാവിനാലും വെള്ളത്താലും നീ പുനർജനിക്കുക തന്നെ ചെയ്യണമത്രേ. By the water and the Holy Spirit, you got to be born again. അതെന്നെ നീ അവന്റെ മരണത്തോട് സ്വരൂപപ്പെട്ടവനാണ് എങ്കിൽ, If you are ready to be resembling to his death, അവന്റെ മരണത്തിന് അടച്ചു വയ്ക്കുവാൻ കഴിയാത്തതുപോലെ ലോകത്തിന്റെ ഒരു മരണത്തിനും നിന്നെ അടക്കുവാൻ കഴിയത്തില്ലത്രേ. as nothing from the world or the power of the world could not hold him back in there, the same way nothing can hold you back. അതെന്നെ ക്യാൻസർ മരിക്കും, നീ ഉയർക്കുക തന്നെ ചെയ്യുമത്രേ. Cancer will die, but you will arise. അതെന്നെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങി മാറും, നീ ജയാളിയായി തീരും. Your financial crisis will move away, but you will be victorious. സൂര്യചന്ദ്രന്മാർ നീങ്ങിപ്പോകും, എന്നാൽ നിന്റെ പ്രകാശം നിലയ്ക്കത്തില്ലത്രേ. Sun and moon will move away, but your light will never കാരണം stop. നിന്റെ ഹല്ലിലെ സോഴ്സ് ലോകമല്ലത്രേ, യഹോവയാം ദൈവമത്രേ. Amen. Because your source is not from the world, your source is from heaven above. അതേ യഹോവയത്രേ ഈ പകൽക്കാലം വാഗ്ദത്തം ചെയ്യുന്നത്. The same God is giving you the assurance. അതേന്നെ സ്വർഗം തുറന്നവൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമത്രേ. He will open his heaven wide open and then blessing you in this year. അതേന്നെ നീ വെള്ളത്തിലൂടെ കടന്നു പോയാലും അത് നിന്നെ മൂടുവാൻ അനുവദിക്കത്തില്ലത്രേ. If you walk through the water, it will never overflow you. നീ അഗ്നി താഴ്വരയിലൂടെ കടന്നു പോയാലും അത് നിന്നെ ദഹിപ്പിക്കത്തില്ല.
സ്പർശിപ്പിക്കത്തില്ലത്രേ. If you walk through the fire, it will never touch you. അത് തന്നെ അന്ധകാരത്തിന് നിന്നെ സ്പർശിക്കുവാൻ കഴിയത്തില്ലത്രേ. No darkness can touch you anymore. അത് തന്നെ അന്ധകാരമായ പിശാചിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ലത്രേ. No Satan can enter into your life anymore. കാരണം യഹോവയാം ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അത്രേ. Because God, hallelujah, God has pleased in your life. അത് തന്നെ അതേ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു അത്രേ. The same light has come into this world. ആ ലൈറ്റ് നിങ്ങൾ ധരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ, If you are ready to put on that light in your life, അത് തന്നെ ലോകത്തിന്റെ അന്ധകാരം നീങ്ങിപ്പോവുക തന്നെ ചെയ്യുമത്രേ. the darkness from this world will move away. ഞാൻ ഇത് വെറുതെ എഴുതി വെച്ചത് പറയുകയല്ല ദൈവം ഇതിലെ ചെയ്യുന്നത്. I am not saying anything that I have written down. കാരണം എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത് കൊണ്ട് തന്നെ അത്രേ. I am saying this because God has done great things അത് in തന്നെ my ഒരു life. കാലത്ത് ഞാൻ അന്ധകാരത്തിനും അടിമയായിരുന്നു അത്രേ. Yes, I had a darkness life. എന്നാൽ ഇന്ന് വെളിച്ചത്തെ പ്രതിനിധീകരിക്കുന്നവനത്രേ. Yeah, my past was full of dark. അതുകൊണ്ടത്രേ ഞാൻ ഈ പകൽക്കാലം ഇവിടെ നിൽക്കുന്നത് തന്നെ. My life was full of darkness before, but now I'm standing and representing the light of the world, and I can talk to you about it right now in your presence. അതേ ദൈവമേ, മലയാളം വ്യക്തമായി സംസാരിക്കാൻ അറിയാത്ത എന്നെ, I did not even know how to speak even Malayalam properly. എനിക്ക് ഇംഗ്ലീഷിൽ ABCD അറിയത്തില്ലാത്തവനായിരുന്നു. I did not know how to say ABCD in English language. 10ാം ക്ലാസ് കഷ്ടിച്ച് ജയിച്ചവനത്രേ. I only passed the 10th standard. ഇല്ല, 10ാം ക്ലാസ് പോലും കഷ്ടിച്ച് ജയിക്കുവാൻ പ്രാപ്തിയില്ലാത്തവനത്രേ. I did not even pass 10th standard even properly. ഓ, ഈ യുകെയിൽ വരുവാനേ സാധ്യതയില്ലാത്തവനായിരുന്നു And I അത്രേ. had no opportunity to even come to UK. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുവെങ്കിൽ, When I'm standing on this platform even this ഓ morning, യഹോവ എന്നിൽ പ്രസാദിച്ചത് കൊണ്ട് തന്നെ അത്രേ. because God has pleased in my life, and that is why I'm അതേ standing here. ദൈവമേ, നിന്നെ പ്രകാശനാക്കി തീർക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ And അത്രേ. there is only one can make us light of the world. അത് യേശു കർത്താവല്ലാതെ മറ്റാരുമല്ല അത്രേ. No one else other than Christ Jesus can please in your life and lift you up in your life. അതേ ആകയാൽ ഈ പകൽക്കാലം ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിപ്പേ. So therefore we need to put on Christ in our life. അതുകൊണ്ട് ഈ പകൽക്കാലം കൊണ്ട് മരണത്തോട് അനുരൂപനാകുന്നവരായിരിപ്പേ. So we should be resembling to his death every day in our life. അതേ ജോസഫിനെ പോലെ ഉറച്ച തീരുമാനത്തിന് ഉടമയായി തീരുക. And also you need to become as a determined life. You need to make a determined life like Joseph did. അതേ പല ഹല്ലിലെ പോത്തിഫറിന്റെ ഭാര്യമാരും അടുക്കൽ വന്നാലും വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ടാതെ പറയുന്നവരായിരിപ്പേ. Many Potiphar's wives will come closer to you, but you should be able to say no where it is needed to അതേ be. വേണ്ടാത്തതിനെ വേണ്ട എന്ന് പറയുന്നവരായിരിക്കണം ദൈവ പൈതൽ. So if you think that there's something which is not required in your life, you should be able to say no for that. കാരണം യേശുവിന്റെ കർത്താവ് വചനത്തിൽ ഇപ്രകാരം പറയുന്നു. Because he said that in his word itself. ഓ, അവൻ യേസ് എന്നും ആമേൻ എന്നും ഉടമയത്രേ. Amen. When he says something, it's yes, and his name is അതേ Amen. അവൻ ആൽഫയും ഒമേഗയും എന്ന്. And he's Alpha and Omega as well. അതേ നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അന്ത്യോളം പ്രാവർത്തികമാക്കുവാൻ മതിയായവനത്രേ. Amen. The one who started the good work in your life, he will be able to fulfill it till the അതേ very end. ഒരു കൊറോണയ്ക്കും നിന്നെ നീക്കി മാറ്റുവാൻ കഴിയത്തില്ലത്രേ. No corona can take your life away. ഒരു വേൾഡ് ബാങ്കിനും നിന്നെ അടക്കുവാൻ No കഴിയത്തില്ലത്രേ. World Bank can stop you doing things. ഒരു രോഗത്തിനും നിന്നെ പിടിച്ചു വെക്കുവാൻ No കഴിയത്തില്ലത്രേ. sickness can hold you back. ഒരു കള്ളനും കവർന്നു തിന്നുവാൻ കഴിയത്തില്ലത്രേ. No thief can enter into your life. കാരണം നീ ജയാളിയാത്രേ. Because you're victorious in നീ Christ ക്രിസ്തുവിൽ Jesus. ജയാളിയാത്രേ. Because you're victorious in നീ Christ ക്രിസ്തുവിൽ Jesus. ജയാളിയാത്രേ. You are victorious in Christ ഓ, Jesus. ജയാളിയായ ദൈവം ചാടി എഴുന്നേറ്റ് പറഞ്ഞാട്ടെ, I am the victorious in Christ Jesus. How many of you are victorious in Christ Jesus? Stand up on your feet and say that. I പാമ്പുകളെയും am victorious in Christ ശത്രുവിനെ സകല Jesus. ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ ക്രിസ്താവ് യേശുവിന്റെ നാമത്തിൽ. Amen. The one who has given me authority to step and stumble on the snakes and scorpions. അതേ തന്നെ കർത്താവ് യേശു നിന്റെ മേൽ ഒരു അധികാര പകർച്ച നൽകിയത്രേ. Yes, he has given you an authority. ഓ, സ്വർഗ്ഗത്തിന്റെ ഹല്ലേലൂയ താക്കോൽ നിന്റെ കഴുത്തിൽ നൽകിയിരിക്കുന്നു അത്രേ. And he has given you the key of the heaven into your hand. അതേ തന്നെ സ്വർഗ്ഗത്തിന്റെ താക്കോൽ കഴുത്തിലുള്ളവർ ഒന്ന് പൊക്കി കാണിച്ചാട്ടെ. If you have got that key of the heaven in your hand, can you lift that up and say, show that to us? അതേ തന്നെ ദുഷ്ടൻ അത് തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ലത്രേ. Oh no, evil can stop that. Evil can barrier you. അതേ ആ കീയുടെ പേര് കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തട്ടെ. One more thing I want to say, that the name of that key is, അതേ വിശ്വാസം എന്ന കീ എത്രയത്? it's nothing but the faith.
അതേ ഈ പകൽക്കാലം വിശ്വാസം എന്ന കീയ സ്വർഗം തുറക്കട്ടെ. Amen. The key is the faith, and let that faith open the doors of the heaven. അതേ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ കീ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണം. When you are walking through the water, you have to show that faith up. അതേ എങ്കിൽ ആ വെള്ളം നിന്നെ മുക്കത്തില്ലത്രേ. So no water can overflow you. ഓ പത്രോസ് ശബ്ദം കേട്ട് വെള്ളത്തിൽ മുകളിലൂടെ നടന്നുവെങ്കിൽ, When Peter was walking on the top of the water, ഓ ഭയം ഉള്ളിൽ കടന്നപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങിയത്രേ. and when the fear came inside of him, he started drowning. അതേ എന്നാൽ യേശുവേ എന്നുള്ള ഒരു വിളി മതി അത്ര നിന്നെ വിളിച്ചു Amen, വേർതിരിക്കുവാൻ. amen. There's one name you need to call when the fear come inside of you. That's Jesus. അതേ പത്രോസ് ദയനീയമായി യേശുവിന്റെ നേരെ ഒന്ന് നോക്കിയപ്പോൾ, When Peter was looking very fearfully into the face of the Jesus, അതേ യേശു അവനെ കരം പിടിച്ച് വെള്ളത്തിൽ നിന്ന് കയറ്റിയത്രേ. amen, the Jesus brought him back into the life. അതേ Hallelujah. അവൻ നിന്നെ കരം പിടിച്ച് കയറ്റുവാൻ മതിയായവനത്രേ. Because he is able to bring you back into the life from any situation. അതേ നിന്റെ കാലെന്ന് പതറിയ തള്ളിക്കളയുന്നവനല്ലത്ര നമ്മുടെ So കർത്താവ്. when you are stumbled in your feet, he will never leave you nor forsake you. അതേ നിന്റെ കാല് വതറിയാൽ അവൻ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ലത്രേ. He will never leave you nor forsake you in your any situation. അതേ നിന്റെ ഒരു ദയനീയമായ നോട്ടം യേശുവിനെ പിടിച്ചു നിർത്തുന്നതത്രേ. So when you are looking at him for help, he will stop there. He will be stopped there. അതേ യേശുവേ എന്നൊരു വിളി മതിയത്രേ അവന്റെ യാത്രയെ മുടക്കുവാൻ. So your one call, one hallelujah shout to his name, that Jesus, and he will stop there for you. അതേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം അത്ര ഈ പകൽക്കാലം ഇവിടെ So വ്യാപരിക്കുന്നത്. right now we are experiencing that the presence of the Lord, that he has promised us, that open heaven presence of the Lord right now we are experiencing in the midst. ആകയാൽ ഈ 2023 അനുഗ്രഹം വിട്ടുകളയുവാനുള്ളതല്ല, പ്രാപിക്കുവാൻ തന്നെ Amen, ഉള്ളതത്രേ. amen. 2023 is not for leaving the blessings, it is for receiving the blessings. ഏതൊരു മേഖലയിലാണ് ഒരു കെട്ടുപണി വേണ്ടത് കെട്ടുപണിയുവാൻ നീ താഴ്ത്തി കൊടുക്കുക. So wherever you need to recreate something in your life or renew something in your life, submit that right now in your presence. ഈ പകൽക്കാലം വീണ്ടും ഞാൻ യേശുവിൽ ഉറപ്പിച്ചു പറയട്ടെ. So in this morning, I want to give you a bit more clarity about this. ഈ കേട്ട തിരുവചനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യുമത്രേ. Whatever the word that you heard today, whatever the message that you heard today, God will renew your life. അതേ നീ വിശ്വസിക്കുവാൻ തയ്യാറാണോ എങ്കിൽ, If you're ready to believe in that, ദൈവത്തിന്റെ മഹത്വം നീ കാണുക തന്നെ ചെയ്യുമത്രേ. you will see the glory of the Lord in your life. അതേ മരിച്ചവർ ഉയർക്കുന്നത് നീ കാണുക തന്നെ ചെയ്യുമത്രേ. You see the dead is getting risen. അതേ നീ അന്ധകാരം നീങ്ങിപ്പോകുന്നത് കാണുക തന്നെ You see ചെയ്യുമത്രേ. the darkness are getting moved away. അതേ നിന്റെ തലമുറകൾക്ക് മേൽ ആത്മീക പകർച്ച നീ കാണുക തന്നെ And you ചെയ്യുമത്രേ. see the generations are filling with the Holy Spirit. അതേ അപാലവൃത്തൻ ജനവും മുട്ടുമടക്കുന്ന ദിവസങ്ങളത്രേ കടന്നു Over the വരുന്നത്. coming days we'll see that every knee shall bow in his presence. അതേ ഈ ബർമിംഗ്ഹാം പട്ടണം നമ്മൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമത്രേ. Amen. The Birmingham will be ours in the Christ Jesus. അതേ ബർമിംഗ്ഹാം മറ്റാരുടേതും അല്ലത്രേ, നമ്മുടെ തന്നെ അത്രേ. So the revival will be happening in Birmingham soon. അതേ ഒരു കുടുംബം പോലും തകരുവാൻ നമ്മൾ അനുവദിക്കത്തില്ലത്രേ. Amen. None of the families in the Birmingham city will be destroyed. Hallelujah. Will be under darkness. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ച ജയാളി അത്രേ. Because we each one of us are putting on Christ and we are victorious in അതേ Christ Jesus. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം എന്ന വചനം വീണ്ടും വാഗ്ദത്തം ചെയ്യുന്നു. So we are the light of the world, and that is what word is giving us അതേ assurance. നിങ്ങൾ ഹല്ലേലൂയ ഉപ്പ് ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് വചനം പറയുന്നു. And we are the salt of the world. അതേ ഉപ്പ് ഇല്ലാതെ ഒരു കറിയും ബെറ്ററായി വരത്തില്ല മക്കളെ. So without salt, no curry will be tasting good. നിങ്ങൾക്ക് ഈ ബർമിംഗ്ഹാം പട്ടണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ ആവശ്യമുണ്ടത്രേ. So Birmingham needs you, each one of us. അതേ ഈ ലോകത്തിന് നിന്നെയും എന്നെയും ആവശ്യമുണ്ടത്രേ. And the world needs you and me. ഞാനും നീയുമില്ലാതെ ഈ ലോകം പൂർത്തീകരണം ഇല്ലത്രേ. So without you and me, the world is not complete. അതേ ആകയാൽ ഈ പകൽക്കാലം ജയാളിയായി മുന്നോട്ട് പോവുക. Therefore, let us all take that decision. I am victorious in Christ and I will go forward victorious. അതേ മരണത്തെ ജയിച്ച ദൈവമെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. So all of you have, hallelujah, raised from the dead.
hallelujah, and receive that resurrection in your life, can we all raise your hand up and say hallelujah to the Lord? ഹല്ലേലൂയ. ഒരു നിമിഷം Hallelujah. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us all close our eyes and pray 1 minute. പരിശുദ്ധനും സർവ്വശക്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, Father God Almighty, right now we pray. ഓ അവിടുത്തോടൊപ്പം മരണത്തിൽ പങ്കാളിയായ ഞങ്ങൾ We all have been, hallelujah, submitted our life to be in your death. ഓ അവിടുത്തോടൊപ്പം ജയാളിയായി തീർന്നതിനായി സ്തോത്രം The ചെയ്യുന്നു. same way that we have become victorious in your death. ആകെ ലോകത്തിന്റെ ഒരു അന്ധകാരത്തിൽ ഞങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലാത്തതിനായി സ്തോത്രം So ചെയ്യുന്നു. nothing from this world can stop us and that. ഒരു രോഗത്തിലും ഞങ്ങളെ അടക്കുവാൻ കഴിയത്തില്ലാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. Giving you thanks to the Lord for not stopping us into ഓ any ഒരു other. ജയിലറുകൾക്ക് ഞങ്ങളെ ബന്ധിക്കുവാൻ കഴിയാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. We praise your name, Lord, that we are not into the jail at all. ഈ വരും ദിവസങ്ങൾ നീ ഞങ്ങളുടെ മേൽ ചെയ്യുന്ന വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. In coming days, you're going to do greater things in our life. Thank you, Lord. പ്രിയ പിതാവേ, ഈ പകൽക്കാലം രോഗികളായിരിക്കുന്നവരെ കരുത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Father God, we submit all those who are sick in the body. ഓ ക്രിസ്തുവിലുള്ള ജയം അവരുടെ മേൽ വരിക്കപ്പെടുമാറാകട്ടെ. As we heard that, let your victory, hallelujah, reign in their life. ഓ സാമ്പത്തികമായി ഭാരപ്പെടുന്ന ദൈവബലനെ കരുത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. All those who are going through financial situations and crisis in their life, we submit them and pray right now, Lord. ഓ അവിടുന്ന് ഞങ്ങളുടെ സോസാകിയാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. We give you glory for being our source from above. ഓ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കുന്ന അവിടുത്തെ ഹല്ലേലൂയ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. Thank you for blessing us as an by open heaven. ഓ വിസയ്ക്കായി ഭാരപ്പെടുന്ന ദൈവബലനെ കരുത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. We pray for all those who are struggling to receive their visas. ഓ ഇമിഗ്രേഷൻ ഇഷ്യൂവുമായി മല്ലടിക്കുന്ന ദൈവബലനെ കരുത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. And we pray for all those who are going through immigration situations. ഓ നീ കാഴ്ചവെട്ടുന്ന ദേശം നിനക്ക് അവകാശമായി തരുമെന്ന തിരുവചന വാഗ്ദത്ത പ്രകാരം. As you promise that you step into a city, you will be given that city. ഓ ഈ പട്ടണവും ഈ ദേശവും ഞങ്ങൾ അധികാരം പറയുന്നു. We are taking authority over Oh, this city and this nation. അതെ കർത്താവേ, ഈ ദേശത്ത് ജീവിക്കാനുള്ള വിസ അവർക്ക് റിലീസ് ആകപ്പെടട്ടെ. So therefore, let that visa be which is required for to live in this nation. Oh, Lord, we are releasing that in the name of the Lord. പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഭവനങ്ങൾ റിലീസ് ആകപ്പെടട്ടെ. So all those the houses that is being blocked by any evil powers, we are releasing that in the name of the Lord. Oh, in Jesus name we pray. In Jesus mighty name we In pray. Jesus name we pray. In Jesus mighty name we pray In together. Jesus name we pray. In Jesus mighty name we pray in one accord. Amen. 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 Hallelujah. Amen. Glory Lord കർത്താവിനെ Jesus. We സ്തോത്രം give you ചെയ്താട്ടെ. glory and honor and Hallelujah.